ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സ്നാപ്ചാറ്റിൽ പെർപ്ലെക്സിറ്റി AI ചാറ്റ്ബോട്ട് ഉടൻ എത്തുന്നു. ഇതിനായുള്ള കരാറിൽ സ്നാപ്ചാറ്റും പെർപ്ലെക്സിറ്റിയും ഒപ്പിട്ടു. 2026 ജനുവരി മുതൽ ലോകത്താകെയുള്ള ഉപയോക്താക്കൾക്ക് സ്നാപ്ചാറ്റിനുള്ളിൽ പെർപ്ലെക്സിറ്റി ചാറ്റ്ബോട്ട് ലഭ്യമായി തുടങ്ങും. നിലവിൽ സ്നാപ്ചാറ്റിലൂടെ മൈ AIക്കൊപ്പം സ്നാപ്ചാറ്റ് ഉപയോക്താക്കൾക്ക് പെർപ്ലെക്സിറ്റി ലഭ്യമാവും. പെർപ്ലെക്സിറ്റിയുടെ AI പവേർഡ് ആൻസർ എഞ്ചിൻ നേരിട്ട് സ്നാപ്ചാറ്റിലേക്ക് സംയോജിപ്പിക്കാനാണ് കരാറിലൂടെ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. പെർപ്ലെക്സിറ്റിയുടെ AI ചാറ്റ്ബോട്ട് ആപ്പിലെ 943 ദശലക്ഷത്തിലധികം പ്രതിമാസ സജീവ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമെന്നും കമ്പനി അറിയിച്ചു. സൗഹൃദങ്ങൾ, സ്നാപ്പുകൾ, സംഭാഷണങ്ങൾ എന്നിവയിൽ AIയെ കൂടുതൽ വ്യക്തിപരവും സാമൂഹികവും രസകരവുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഭാവിയിൽ കൂടുതൽ നൂതന പങ്കാളികളുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതായും സ്നാപ്പ് ഇൻക് CEO ഇവാൻ സ്പീഗൽ പറഞ്ഞു. 25 വ്യത്യസ്ത രാജ്യങ്ങളിലെ 75% സ്നാപ്പ് ഉപയോക്താക്കൾ 13 മുതൽ 34 വയസ്സ് പ്രായമുള്ളവരാണെന്നും ഇത് പെർപ്ലെക്സിറ്റിക്ക് ഉയർന്ന സാധ്യതയാണ് നൽകുന്നതെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. ഇതിലൂടെ സ്നാപ്ചാറ്റ് ഉപയോക്താക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ലോകത്തെക്കുറിച്ച് പഠിക്കാനും പെർപ്ലെക്സിറ്റിയിലേക്ക് പ്രവേശിക്കാനും കഴിയും. കരാർ പ്രകാരം പെർപ്ലെക്സിറ്റി ഒരു വർഷത്തിനുള്ളിൽ സ്നാപ്പിന് ഏകദേശം 3547 കോടി രൂപ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ സാംസങ്ങിന്റെ സാംസങ് വാലറ്റിൽ ഇനി മുതൽ UPI ഓൺബോർഡിംഗ്, പിൻ എന്നിവയില്ലാതെ ബയോമെട്രിക് ഒത്തന്റിക്കേഷൻ സൗകര്യം വഴി പണമിടപാടുകൾ നടത്താം. പുതിയ ഫീച്ചർ ഗാലക്സി സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാകും. പുതിയ ഗാലക്സി സ്മാർട്ട് ഫോണുകൾ സെറ്റപ്പ് ചെയ്യുന്നതിനിടെ തന്നെ UPI അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുള്ള ആദ്യ കമ്പനിയായി സാംസങ് ഇതോടെ മാറി. സാംസങ് ഗാലക്സി ഫോണുകളുടെ പ്രാഥമിക ക്രമീകരണ ഘട്ടത്തിൽ തന്നെ ഉപയോക്താക്കൾക്ക് പേയ്മെന്റ് സംവിധാനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. വിരലടയാളം അല്ലെങ്കിൽ മുഖം തിരിച്ചറിയൽ രീതി ഉപയോഗിച്ച് പിൻ ഇല്ലാതെ UPI പേയ്മെന്റ് നടത്താമെന്നതാണ് സാംസങ് വാലറ്റിലെ പുത്തൻ അപ്ഡേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൂടെ പേയ്മെന്റുകൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാനാകും. സാംസങ് വാലറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ടോക്കണൈസ്ഡ് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ പ്രധാന ഓൺലൈൻ വ്യാപാരികളിൽ നേരിട്ട് ഉപയോഗിക്കാനും ഫോറക്സ് കാർഡുകൾ, AU ബാങ്ക് കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ വഴിയും ഇടപാടുകൾ നടത്താനും ഇനി മുതൽ സാധിക്കും. സാംസങ് നോക്സ് സുരക്ഷയാൽ സുരക്ഷിതമായ സാംസങ് വാലറ്റ് ഗാലക്സി ഇക്കോസിസ്റ്റവുമായി പൂർണ്ണമായി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന സവിശേഷതയും ഉണ്ട്. സാംസങ് വാലറ്റിലെ പുതിയ ഫീച്ചറുകൾ ഉടൻ തന്നെ അവയ്ക്ക് പിന്തുണയുള്ള ഗാലക്സി ഉപകരണങ്ങളിലേക്ക് എത്തുമെന്ന് സാംസങ് അധികൃതർ അറിയിച്ചു. സാംസങ് വാലറ്റ് ഇനിയൊരു പേയ്മെന്റ് ആപ്പ് മാത്രമല്ല, ഉപഭോക്താക്കളുടെ ഡിജിറ്റൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സുരക്ഷിതവും സൗകര്യപ്രദവുമായ പാതയാണ് എന്നാണ് സാംസങ് ഇന്ത്യ സീനിയർ ഡയറക്ടർ മധുർ ചതുർവേദി ഇതിനെ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പുമായി ഗൂഗിൾ. തൊഴിലന്വേഷകരെയും ബിസിനസ്സുകളെയും ലക്ഷ്യം വെച്ചുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ AI വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗൂഗിൾ. വ്യാജ ജോലി പോസ്റ്റിംഗുകൾ, ആപ്പുകൾ, വെബ്സൈറ്റുകൾ എന്നിവ സൃഷ്ടിക്കാൻ കുറ്റവാളികൾ ഇപ്പോൾ ജനറേറ്റീവ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഗൂഗിളിന്റെ ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി ടീം പറഞ്ഞു. ഈ തട്ടിപ്പുകൾ പ്രത്യേകിച്ച് തൊഴിലന്വേഷകരെയും ചെറുകിട ബിസിനസ് ഉടമകളെയും ലക്ഷ്യം വെച്ചുള്ളതാണ്. അറിയപ്പെടുന്ന സ്ഥാപനങ്ങളെയോ സർക്കാർ ഏജൻസികളെയോ അനുകരിക്കുന്ന വ്യാജ ജോലി ലിസ്റ്റിംഗുകൾ ഈ തട്ടിപ്പുകളിൽ പലതിലും ഉൾപ്പെടുന്നു. ഇരകളോട് പലപ്പോഴും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാനോ ജോലി പ്രോസസ്സിംഗ് ഫീസായി കണക്കാക്കുന്ന പണമടയ്ക്കാനോ ആവശ്യപ്പെടാറുണ്ട്. ചില തട്ടിപ്പുകാർ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ ഡാറ്റ മോഷ്ടിക്കുന്നതോ ആയ വ്യാജ അഭിമുഖ സോഫ്റ്റ്വെയർ വിതരണം ചെയ്യുന്നു. അതേസമയം നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന തൊഴിലുടമകൾ പേയ്മെന്റുകളോ സാമ്പത്തിക വിശദാംശങ്ങളോ ആവശ്യപ്പെടില്ലെന്ന് ഗൂഗിൾ തൊഴിലന്വേഷകരെ ഓർമ്മിപ്പിച്ചു. തട്ടിപ്പുകാർ കമ്പനി പേജുകളിൽ മനഃപൂർവ്വം മോശം അവലോകനങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അവ നീക്കം ചെയ്യാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് തടയുന്നതിനായി ബിസിനസ്സുകൾക്ക് അവരുടെ ബിസിനസ് പ്രൊഫൈലുകളിൽ നിന്ന് നേരിട്ട് അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷത ഗൂഗിൾ അവതരിപ്പിച്ചു. AI ആൾമാറാട്ട തട്ടിപ്പുകൾ വർദ്ധിച്ചുവരികയാണെന്നും ഗൂഗിളിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. AI അധിഷ്ഠിത സേഫ് ബ്രൗസിംഗ്, കർശനമായ പ്ലേ സ്റ്റോർ നയങ്ങൾ, ജിമെയിലിലും ഗൂഗിൾ മെസ്സേജുകളിലും തത്സമയ തട്ടിപ്പ് കണ്ടെത്തൽ എന്നിവയിലൂടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണെന്ന് ഗൂഗിൾ അറിയിച്ചു. എങ്കിലും പ്രധാന ഉത്സവ വിൽപ്പനകളിലും ഷോപ്പിംഗ് ഇവന്റുകളിലും ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഗൂഗിൾ നിർദ്ദേശിക്കുന്നു. വെബ്സൈറ്റ് വിലാസങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക, അനൗദ്യോഗിക ഡൗൺലോഡുകൾ, വളരെയധികം പ്രലോഭിപ്പിക്കുന്ന ഓഫറുകൾ എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും ഉപഭോക്താക്കളെ ഗൂഗിൾ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.